സാർ ഇപ്പം ഇത്രയും കാര്യങ്ങൾ സാറ് പറഞ്ഞത് കേട്ടിട്ട് ഒരു നേഴ്സ് പഠിക്കാൻ തയ്യാറായിട്ട് നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവരുടെ ജീവിതം ട്രാൻസ്ഫർ ആക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എഡ്യൂഫ്ലെയർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക? എഡ്യൂഫ്ലെയർ അവരുടെ ബിഗിനിങ് തൊട്ട് എൻഡ് ഗോൾ വരെയുള്ള എല്ലാ സർവീസുകളും കമ്പൈൻഡ് ആയിട്ട് എഡ്യൂഫ്ലെയർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥി, ഒരു നേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കടന്നു വരികയാണെങ്കിൽ അവരുടെ ഹോസ്റ്റൽ അക്കോമഡേഷൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. അവരുടെ ലാംഗ്വേജ് പഠനം ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നിർവഹിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അവർ അഥവാ ജർമ്മൻ ലാംഗ്വേജ് ഏതെങ്കിലും മൊഡ്യൂള് പാസ്സായില്ലെങ്കിൽ വീണ്ടും സൗജന്യമായിട്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവർ ജർമ്മൻ ലാംഗ്വേജ് B1 എത്തുമ്പോൾ തന്നെ, ജർമ്മനി പോകാൻ വേണ്ടിയിട്ടാണല്ലോ ആളുകൾ പഠിക്കാൻ വേണ്ടി വരുന്നത്, B1 എത്തുമ്പോൾ തന്നെ അവർക്ക് ജർമ്മൻ എംപ്ലോയറുടെ ഇൻ്റർവ്യൂ കൊടുത്ത് അവർക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവർ പാസ്സായി കഴിഞ്ഞാൽ അവരുടെ പ്രോസസ്സിങ്ങിൽ കൂടി അവർക്ക് പോകാനുള്ള വിധത്തിലുള്ള കാര്യങ്ങൾ B1 ലെവലിൽ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ജർമ്മൻ ലാംഗ്വേജ് B2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവരുടെ പ്രോസസ്സുകൾ ഫുൾഫില്ല് ചെയ്ത് അവർക്ക് വിസ കിട്ടുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ജർമ്മനിയിൽ എത്തിച്ചേർന്ന് അവരെ എംപ്ലോയറിലേക്ക് പ്രവേശിച്ച് അവരെ ജോലിയിൽ കടക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്ന വിധത്തിലുള്ള എല്ലാ സർവീസുകളും, അതായത് ഫ്രം ദ ബിഗിനിങ് ലാംഗ്വേജ് പഠനം മുതൽ അവരുടെ എൻ്റെ ജർമ്മനിയിലെത്തി ഒരു നേഴ്സ് ആവുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എഡ്യൂഫ്ലെയറിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും. നഴ്സുമാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്, അതായത് ജർമ്മനി പോയിട്ടുണ്ടെങ്കിൽ കെയർ ഹോമുകൾ മാത്രമേ കിട്ടുള്ളൂ, പ്രായമായ ആളുകളെ നോക്കുന്ന ജോലി മാത്രമേ ഒരു നഴ്സിന് അവിടെ ഉള്ളൂ എന്നുള്ളത് ഭയങ്കര ആശങ്കാജനകമായിട്ട് അവർ കാണുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ റിയാലിറ്റി എന്താണ് ഒന്ന് സാർ പറയാമോ? അതായത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് എല്ലാ ഡെവലപ്ഡ് കൺട്രിയെ സംബന്ധിച്ചും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കെയർ ഹോമിൽ പ്രായമായ ആളുകളെ നോക്കുന്ന ജോലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു നേഴ്സിംഗ് ജോലിയല്ല അവിടെ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് നേഴ്സുമാർ വ്യക്തമായി മനസ്സിലാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ജർമ്മനിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം അസിസ്റ്റൻറ്റ് നേഴ്സാണ്, അതിനുശേഷം നമ്മൾ കനഡീസ് പ്രൂഫിംഗ് എക്സാം എഴുതി പാസ്സായാൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സാവും. ഒരു രജിസ്റ്റേർഡ് നേഴ്സായ വ്യക്തിക്ക് ജർമ്മനിയിൽ ത്രൂ ഔട്ട് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഏത് ഹോസ്പിറ്റലിൽ വേണേൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനിയും അവർക്ക് ഈ കെയർ ഹോമിൽ വർക്ക് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജർമ്മനിയിലെ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹോസ്പിറ്റലിലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പല വിധത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്തെല്ലാമാണോ ആ ഓപ്പർച്യൂണിറ്റികളെല്ലാം തന്നെ ഒരു നേഴ്സിന് ജർമ്മനിയിലും സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളുടെ ചികിത്സാ രീതികളല്ല ജർമ്മനിയിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ഹോസ്പിറ്റലിൽ രോഗികളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ആളുകൾ രോഗികളായിട്ട് വരുന്നത് ഒന്നെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് കുറേ അധികം ആളുകൾ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. രണ്ട്, പകർച്ചവ്യാധികൾ, അതായത് നമ്മളിപ്പോൾ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഉടനെ പനി ബാധിച്ച് ഒട്ടനവധി ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. സീസൺ മാറുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള വിവിധ തരം പകർച്ചവ്യാധികളെ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ വൈറസും ബാക്ടീരിയ മൂലമുള്ള അസുഖങ്ങൾ കൊണ്ട് ധാരാളം ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ജീവിത ശൈലീ രോഗങ്ങൾ കൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്ന മേഖലകളാണ്. അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഹോസ്പിറ്റലിൽ വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഹോസ്പിറ്റൽ ചികിത്സ എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ ഏജ്ഡ് കെയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമേ ഇല്ല. അതായത് നമ്മുടെ നാട്ടിൽ വയസ്സായ ആളുകളെ ആരും പ്രത്യേകമായി സംരക്ഷിക്കുകയോ കെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റി കൊടുക്കുന്നതായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അത് നമ്മുടെ എന്താ പറയുക, ഒരു സാധാരണ അസുഖത്തിൻ്റെ കൂടെയുള്ളൊരു കാര്യമായിട്ട് മാത്രമാണ് നമ്മൾ കരുതുന്നത്. ജർമ്മനി എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. നമ്മുടെ സിനാരിയോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടെ നോർമലായിട്ട് ഹോസ്പിറ്റലിൽ ഇതേമാതിരി പകർച്ചവ്യാധികളുമായിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെയുള്ള അസുഖങ്ങൾ അവിടെ ബാധിക്കാറില്ല. രണ്ടാമതായിട്ട് ആക്സിഡൻറ്റുകൾ വളരെ കുറവാണ്. അപ്പം ആ വിധത്തിലുള്ള രോഗികൾ അവിടെ ഇല്ല. ജീവിതശൈലി രോഗികൾ കുറേ ഉണ്ടാവാം. അവരുടെ ഇന്ത്യയിലേക്കാളും കുറവായിരിക്കാം. അവർക്ക് അവയർനെസ് കുറച്ചുകൂടി കൂടുതലുള്ളത് കൊണ്ട് അവരുടെ ചികിത്സയിലെ പ്രൈമായിട്ടുള്ള കാര്യം ഏജ്ഡ് കെയർ ആണ്. അതായത് അവരുടെ സിറ്റിസൺസ് അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ആളുകൾ പ്രായമാകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കെയറും സംരക്ഷണവുമാണ്
അവിടുത്തെ നേഴ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ജോലിയിൽ വരുന്ന കാര്യം. അത് ഹോസ്പിറ്റലിലാണെങ്കിലും ഏജ്ഡ് കെയറിലാണെങ്കിലും കെയർ ഹോമുകളിലാണെങ്കിലും വീട്ടിലെ കെയറിങ്ങിലാണെങ്കിലും ഏത് മേഖലയിലും ഒരു നേഴ്സിംഗ് ജോലിയുടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്ന ആ നാട്ടിലെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള കെയറിംഗ് ആണ്. കാരണം ഏജ്ഡ് അല്ലാത്ത ആളുകൾക്ക് അവിടെ ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമോ ഹോസ്പിറ്റൽ സർവീസുകൾ കൊടുക്കേണ്ട ആവശ്യവുമില്ല. അപ്പം അത് നമ്മുടെ നാട്ടിലെ സാഹചര്യം വെച്ച് നമ്മൾ തട്ടിച്ച് നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ എന്താ പറയുക ഈ വയസ്സായ ആളുകളെ നോക്കുന്ന കാര്യമാണെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അവിടെ വയസ്സായ ആളുകളെ നോക്കണം, കാരണം അവിടെ വയസ്സായ ആളുകൾ വളരെയധികം ഉണ്ട്. പക്ഷേ അവർക്ക് ആദ്യത്തെ കിട്ടുന്ന അവസരം ഒരു കെയർ ഹോമിലാണ്, പക്ഷെ അതിൽ തന്നെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ മാറാനുള്ള അവസരം അവരുടെ മുന്നിൽ. അതായത് നമ്മുടെ ഇവിടുന്ന് പോകുന്ന നേഴ്സ് അവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി തീരുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഏത് ഇതിലേക്ക് മൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിലെ ജോലിയാണോ വേണ്ടത്, നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ടെങ്കിൽ അത് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളെ നോക്കുന്ന പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യേണ്ടതെങ്കിൽ അത് കിട്ടും. നിങ്ങൾക്ക് കാർഡിയാക് യൂണിറ്റിലാണ് ജോലി ചെയ്യേണ്ടതെങ്കിൽ അത് കിട്ടും. നിങ്ങൾക്കിനി കുറച്ചുകൂടി എളുപ്പമുള്ള കെയർ, അതായത് ക്രിട്ടിക്കലായിട്ടുള്ള സംഗതികളൊന്നും എനിക്ക് വേണ്ട, ഒരു കുറച്ച് കെയർ കൊടുക്കുന്ന ആ ഒരു ജോലിയാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ജോലിക്ക് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യണോ, അതിനുള്ള ഓപ്പർച്യൂണിറ്റി. അതായത് നിങ്ങൾ അവിടെ ചെന്നാൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ അത്രമാത്രം അക്യൂട്ട് ഷോർട്ടേജ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിലും ജോലിക്ക് കയറാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തെറ്റിദ്ധരിച്ച് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്ന ആളുകൾ വിശദീകരിക്കുന്നത് കൊണ്ടുമാണ് ഈ തെറ്റായിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാകാനുള്ള കാരണം. നമ്മളിപ്പം ഒരു നേഴ്സിന് അവരുടെ മുൻപിലുള്ള സാധ്യതകൾ, അവരുടെ സാഹചര്യങ്ങൾ എന്താണ്, ചലഞ്ചസ് എന്താണ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസെ കുറിച്ചും സൊല്യൂഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അവരെങ്ങനെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇത്രയും ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇത്ര സമയം കേട്ടിട്ടുള്ള ഒരു നേഴ്സ് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, എന്ത് ഡിസിഷനാണ് അവരെടുക്കേണ്ടത്? ഞാൻ നേഴ്സുമാരെ 2 കാറ്റഗറിയായിട്ട് തിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾ. അതായത് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പോവാതെ ഒരു നേഴ്സിംഗ് കോളേജ് BSc നേഴ്സിങ്ങോ GNM നേഴ്സിങ്ങോ പഠിച്ച് നാളെ കോഴ്സ് പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്ന നേഴ്സുമാരാണെങ്കിൽ അവരോട് എനിക്ക് നൽകാനുള്ള ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ പഠനത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടുള്ളൊരു പഠനമായി ജർമ്മൻ പഠനത്തെ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠനത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ കോളേജിലെ പഠനം ഇന്ന് പൂർത്തിയാകുകയാണെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കണം ഒരു 8 മാസം കൂടി കഴിഞ്ഞ് എൻ്റെ കോളേജ് പഠനം പൂർത്തിയാവുകയുള്ളൂ. ഈ 8 മാസക്കാലം ഞാൻ നേഴ്സിംഗ് കോളേജിൽ നിന്ന് നേരെ ലാംഗ്വേജ് പഠിക്കുന്ന കോളേജിലേക്ക് അല്ലെ ലാംഗ്വേജ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി 8 മാസക്കാലം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായാൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ യാതൊരു ജോലിയും ചെയ്യാതെ ജർമ്മനിയിലേക്ക് നേരിട്ട് പറന്ന് അവിടെ എത്തി ഈ പറഞ്ഞ പോലെ 3,20,000 രൂപ ബേസിക് സാലറിയുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്ക് ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റേ എന്താ പറയുക, കുറച്ചുകൂടി പ്രായമായ നേഴ്സുമാരെക്കാളും കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം അവർ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിലാണ് നിൽക്കുന്നത്. അവരൊരു വിദ്യാർത്ഥിയാണ്. അവർക്ക് പഠിക്കാനുള്ള അവരുടെ ആ ചോദനകൾ മറ്റവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായി കോഴ്സ് കഴിഞ്ഞ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോവുക. ക്വാളിറ്റിയുള്ള എഡ്യൂഫ്ലെയർ പോലെയുള്ള അല്ലെങ്കിൽ എഡ്യൂഫ്ലെയർ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നേഴ്സുമാർ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന നേഴ്സുമാരാണ്. അതായത് പഠനം കഴിഞ്ഞു അവരിപ്പോൾ സർവീസിൽ വർക്ക് ചെയ്യുകയാണ്. ചിലപ്പോൾ 1 വർഷം 2 വർഷം മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള നേഴ്സിംഗ് ജോലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേഴ്സുമാർ. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാനസികമായി തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഒരു പഠനം കഴിഞ്ഞ് ആ പഠനത്തോടുള്ള ആ ടച്ച് അല്ലെങ്കിൽ അതിനോടുള്ള ഗ്യാപ്പ് കൂടുതലാണ്. നിങ്ങളിപ്പോൾ ഒരു ജോലിയിലാണ് ഇരിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു പാസ്സാവുമെന്ന മാനസികമായ ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായി നിങ്ങൾ ഷോർട്ട് കട്ട് മെത്തേഡുകളെല്ലാം വിട്ട് ഓഫ്ലൈനായി പഠിക്കാൻ വേണ്ടി മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് 8 മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഹാൻഡിലേക്ക് കൈമാറിയിട്ട് 8 മാസക്കാലം ഫ്രീ ഹാൻഡായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്ന കാര്യത്തെ നിങ്ങളുടെ പ്രൈമറി ഫോക്കസായി എടുത്ത് അതിനുവേണ്ടി തയ്യാറായി കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും, പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രാരാബ്ദങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ ജോലി, ഇതിനെയെല്ലാം നിങ്ങൾ 8 മാസക്കാലത്തേക്ക് മാറ്റിവെക്കാൻ തയ്യാറാവുക. പഠനത്തിലേക്ക് വരിക. നിങ്ങളുടെ ജീവിതവും ഏറ്റവും ഉയരത്തിലേക്കാവാൻ വേണ്ടി സാധിക്കും. സർ, നമ്മളിപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് ഇത്ര സമയം ഒരു നേഴ്സ് കേട്ട് അവരൊരു തീരുമാനം എടുത്ത് മുമ്പോട്ട് വരികയാണ്. ശരി, ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാണ്.
കോഴിക്കോട് എഡ്യൂഫ്ലെയറിൽ തന്നെ വന്ന് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ തയ്യാറാണ്, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തയ്യാറാണ്, എൻ്റെ ബാക്കി സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രൈം ഫോക്കസിൽ ഇത് ചെയ്യാൻ തയ്യാറാണെന്ന് നേഴ്സ് ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂഫ്ലെയറിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക്, ഇന്ത്യയിലെ നമ്പർ 1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് സാറിന് എന്ത് ഉറപ്പാണ് അവർക്ക് കൊടുക്കാനുള്ളത്? ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ നേഴ്സുമാരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് നേഴ്സുമാരുണ്ട്. പല ആളുകളും, ചില ആളുകൾ US വർക്ക് ചെയ്യുന്നവരുണ്ട്, കാനഡയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, UK വർക്ക് ചെയ്യുന്നവരുണ്ട്. എൻ്റെ അനിയനും ഭാര്യയും അവർ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണ്, അവർ അവിടെ സിറ്റിസൺസ് ആണ്. അപ്പം അതുകൂടാതെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരും റിലേറ്റീവ്സ് ആയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ജീവിതം കണ്ടിട്ട് ഒരു വികസിത രാജ്യത്ത് പോകുന്ന ഒരു നേഴ്സിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ജർമ്മൻ ലാംഗ്വേജ് ക്ലാസ്സുകൾ എഡ്യൂഫ്ലെയറിൽ നിന്ന് നൽകും. നിങ്ങളെ എഡ്യൂഫ്ലെയറിൽ പഠിച്ചു പാസ്സാവാൻ പ്രാപ്തമായിട്ടുള്ള വിധത്തിൽ എല്ലാ എഫേർട്ടും ഇട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് ക്ലാസ്സുകൾ എഡ്യൂഫ്ലെയറിൽ നിന്ന് നൽകും. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് 1 മന്തോളം നീണ്ടു നിൽക്കുന്ന എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ എഡ്യൂഫ്ലെയറിൽ നൽകും. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ തോറ്റുപോയാൽ പിന്നീട് നിങ്ങൾ ജയിക്കുന്നത് വരെ നിങ്ങളെ സൗജന്യമായി എഡ്യൂഫ്ലെയറിൽ നിന്ന് പഠിപ്പിക്കും. നിങ്ങളുടെ വിജയം, നിങ്ങളുടെ ജർമ്മനി പോകൽ, ഇത് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ ഫോക്കസ്ഡായി പഠിക്കാൻ തയ്യാറായി, എഫേർട്ട് ഇടാൻ തയ്യാറായി, നിങ്ങളുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും, പാസ്സാക്കും, ജർമ്മനിയിലെത്തിക്കും.